ഇനിയിപ്പോ അമ്മ എന്തായാലും ഇനിയിപ്പോ ഒരു കളി കൂടി കളി കൂടെ കളിക്കാണ്ട് പോകും. അപ്പം ആ ടൈം കൊണ്ട് ഞാൻ ഇറങ്ങണം. ഞാനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ടൈം കൊണ്ട് എനിക്കും ഇറങ്ങാറുണ്ട്. അപ്പൊ ഞാനും പോയി ഇറങ്ങിയിട്ട് വരാം കൈ. അപ്പൊ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇനിയിപ്പോ അമ്മ പ്രാക്ടീസോട് ഇത് വന്നില്ല, അവിടെ അമ്മമ്മ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇനിയിപ്പോ അമ്മയും കൂടെ വന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തിലെത്തും. അപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും അമ്പലത്തിൽ തിരുവാതിരയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ മാളും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം അവരെ വീണ്ടും അടുത്തായിട്ടാണ് ഈ അമ്പലം വരുന്നത്. പിന്നെ അമ്മുമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവരെ തിരുവാതിര കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. തിരുവാതിര സംഘം കയറി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തിരുവാതിര കണ്ടിട്ട് വരാം. ഇപ്പം നിങ്ങൾ കണ്ട പോലത്തെ ഒരുപാട് പരിപാടികൾ അവിടെ നടന്നിരുന്നു. അങ്ങനെ എന്താണ് അപ്പോൾ ഇവർക്ക് ഈ തിരുവാതിര കളിച്ചവർക്കും ബാക്കി ഡാൻസ് കളിച്ചവർക്കും എല്ലാവർക്കും അമ്പലത്തിൻ്റെ വകയായിട്ട് ഒരു ആദരവ് നൽകുകയാണ്. ആദരവായിട്ട് ഒരു ട്രോഫിയാണ് കൊടുത്തത്. അപ്പോൾ ഈ ട്രോഫിയൊക്കെ കൊടുത്തൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു മഴ വന്നത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ പെട്ടെന്ന് വീട്ടിൽ വന്നു. പിന്നെ ബാക്കി കുറച്ച് കളരിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഗൈസ് നമ്മൾ ആ വീടെത്തിയിരുന്നു. അവിടെ കുറച്ച് നേരം കൂടി ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പരിപാടിയൊക്കെ കണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തു ഗൈസ്. അവിടെ കളരി
കളരിയൊക്കെ തുടങ്ങാറായപ്പോഴത്തേക്ക് മഴ പെയ്തു. പിന്നെ മഴയത്ത് പിന്നെ എന്താണ് അവിടെ നിന്നാൽ മൊത്തം ബുദ്ധിമുട്ടൊക്കെ, പിന്നെ തിരിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ മഴ പെയ്തുകൊണ്ട് അവിടെ പെട്ടെന്ന് ഓടി. അവിടെ ഇരുന്ന ആൾക്കാർ 4 പേർക്ക് ഓടണമായിട്ട്. അങ്ങനെ പിന്നെ എന്താണ് അങ്ങനെ മഴ പെയ്തുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വീടെത്തി. പക്ഷേ അവിടെ നിന്ന് അന്നദാനം ഒന്നും കഴിച്ചില്ല. അന്നദാനമല്ലല്ലോ, ലഘുഭക്ഷണം കഴിച്ചില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. കുഴപ്പമില്ല, വീട്ടിലെ ലഘുഭക്ഷണം വെച്ച് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് പിന്നെ തിരുവാതിരയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് കാണണം. തിരുവാതിരക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. കാര്യം എന്നെ കാണിക്കട്ടോ, ഇവിടെ കണ്ടു കഴിഞ്ഞ്. അപ്പം എന്താണ് അപ്പം തിരുവാതിര വീഡിയോ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടയക്കാം. പിന്നെ അതേണ്ട അമ്മ അവിടെ നിന്ന് മേക്കപ്പൊക്കെ എടുത്ത് കളയണേൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.